എല്ലാവരോടും ചോദിച്ചാൽ പറയുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ, കൊറോണയല്ലേ, ആകെപ്പാടി അങ്ങ് മടുപ്പാണേ. അങ്ങനെ മടുത്തിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല നമുക്ക് ദൈവം ജീവിതം തന്നിരിക്കുന്നത്. ഈ കാലഘട്ടവും മാറിപ്പോകും, ഈ പ്രതിസന്ധികളൊക്കെ മാറിപ്പോകും. നമുക്ക് ഒന്നിച്ച് ഇതിനെ നേരിടുവാൻ സാധിക്കണം. നമ്മുടെ പരിസരങ്ങളുടെ വേദനകളെ തിരിച്ചറിയുവാൻ നമ്മൾ സാധിക്കുമ്പോൾ നമുക്ക് സുഖമായിട്ടും ഇതിനെ നേരിടാൻ പറ്റുമെന്നേ. ഈ ദിവസങ്ങളിലൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്, അല്ലെങ്കിൽ ഒരു കരുത്ത് പകർന്നതാണ് കഴിഞ്ഞ ദിവസം ഷാർജയിൽ വെച്ച് നടന്ന രാജസ്ഥാൻ റോയൽസും പഞ്ചാബുമായിട്ടുള്ള ഒരു ക്രിക്കറ്റ് മാച്ച്. പഞ്ചാബ് ഇതുവരെ ആരും കീഴടക്കാത്തത്ര ഉയർന്ന ഒരു സ്കോറിലാണ് അവസാനിപ്പിക്കുന്നത്. 223, അതും 2 വിക്കറ്റ് മാത്രം നഷ്ടപ്പെട്ട്. മായക് അഗർവാളിൻ്റെ സെഞ്ചുറിയും അതുപോലെ തന്നെ രാഹുലിൻ്റെ 50 ഒക്കെ ആകുമ്പോൾ സുന്ദരമായിട്ടുള്ള ഒരു മത്സരമാണ്. എന്നാൽ രാജസ്ഥാൻ റോയൽസിന് ആദ്യത്തെ വിക്കറ്റ് ആദ്യം തന്നെ പോകുന്നുണ്ട്. പതിയെ സഞ്ജു സാംസണും ഓസ്ട്രേലിയക്കാരൻ സ്റ്റീവ് സ്മിത്തോടെ നന്നായിട്ട് അവരുടെ ഇന്നിങ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ കുറേ കഴിയുമ്പോൾ സ്റ്റീവ് സ്മിത്ത് ഔട്ടാവുകയാണ്. അതിനുശേഷം ബാറ്റിങ്ങിന് കയറി വരുന്നത് അതുവരെ നമുക്ക് വലിയ പരിചയമൊന്നുമില്ലാത്ത രാഹുൽ തെവാട്ടിയ എന്നുള്ള ഒരു കളിക്കാരനാണ്. സഞ്ജു സാംസൺ ഒരു വശത്തുകൂടി ബൗണ്ടറിക്ക് അപ്പുറേക്ക് സിക്സറുകൾ ഇങ്ങനെ പായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സ്ട്രൈക്ക് പോലും കൈമാറുവാൻ ആകാതെ വളരെ ആത്മവിശ്വാസം നഷ്ടപ്പെട്ട ഒരു കളിക്കാരനായി ഈ രാഹുൽ അപ്പുറേ നിന്ന് തുഴയുന്നുണ്ട്. നമ്മുടെയൊക്കെ റബ്ബർ തോട്ടത്തിലെയും ഒക്കെ ക്രിക്കറ്റ് കളിയിൽ പറയാറുള്ള ചിലർ വന്നിട്ട് കുറേ പന്തുകൾ ഇങ്ങനെ അടിക്കും, വീശുന്നുണ്ട്, ഒരെണ്ണം പോലും കൊള്ളത്തില്ല. അപ്പം നമ്മുടെ നാട്ടുംപുറത്തെ ഒരു കളിയാക്കി പേരാണ് ഭയങ്കര തുഴച്ചിൽക്കാരനാണെന്ന്. അപ്പം ഇങ്ങനെ തുഴഞ്ഞിരിക്കുമ്പോൾ നമ്മുടെ രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകർ വാട്സപ്പിൻ്റെയൊക്കെ സ്റ്റാറ്റസ് ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, എടാ ആ സ്റ്റമ്പയിൽ അടിച്ചിട്ട് ഔട്ടാകടാ, അടുത്ത ആൾ ഇറങ്ങട്ടെ എന്നൊക്കെ. എന്നാൽ അവൻ വീണ്ടും ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം സഞ്ജു സാംസൺ ഔട്ടായി. ഇനിയും ഒരു വലിയ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയുണ്ട് താനും. രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകർ സ്വാഭാവികമായിട്ടും TV ഓഫാക്കി, പഴയ കാലത്ത് സച്ചിൻ ഔട്ടാകുമ്പോൾ TV നിർത്തുന്നത് പോലെ സഞ്ജു ഔട്ടായപ്പോൾ ആൾക്കാരിൽ കൂടുതൽ പേരും അങ്ങ് TV ഓഫാക്കിയിട്ട് പോകുന്നുണ്ട്. എന്നാൽ അത്രയും നേരം പതുങ്ങി നിന്ന രാഹുൽ തെവാട്ടിയ അവിടെ ഒരു വലിയ സംഹാരതാണ്ഡവം ആണ്ടുകയാണ്. അതുവരെ അവൻ നേടിയ റൺസ് എന്ന് പറയുന്നത് 23 പന്തിൽ 17 റൺസ് മാത്രമാണ്. എന്നാൽ പിന്നീട് വരുന്ന ബോൾ അവൻ്റെ ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുകയാണ്. 8 ബോളിൽ അവൻ നേടുന്നത് 36 റൺസാണ്. ഇത് രാജസ്ഥാൻ റോയൽസിനെ വിജയത്തിലേക്ക് നയിക്കുകയാണ്. ഈ കൊറോണ കാലഘട്ടത്തിൽ ഇത് നൽകുന്ന വലിയ സന്ദേശം ഇത്രേ ഉള്ളൂ, തളർന്നു പോകരുത്. എല്ലാവരും നിങ്ങളെ പഴിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ കഴിവിൽ മറ്റുള്ളവർക്ക് ആർക്കും വിശ്വാസമില്ലായിരിക്കും. നിങ്ങളുടെ ആത്മധൈര്യം നഷ്ടപ്പെട്ടു പോയേക്കാം. പക്ഷേ നിങ്ങൾ നിങ്ങളോട് തന്നെ പറയണം, അല്ലെങ്കിൽ നമ്മൾ നമ്മളോട് തന്നെ പറയണം, എന്താണ് പറയേണ്ടുന്നത്? എന്നെക്കൊണ്ട് സാധിക്കും, ഞാൻ ശ്രമിക്കും, ഞാൻ ശ്രമിക്കാതിരുന്നത് കൊണ്ട് പരാജയപ്പെടത്തില്ല എന്ന്. ഈ രാഹുൽ തെവാട്ടിയ അവൻ കസറുക തന്നെയാണ് ചെയ്യുന്നത്. ഒരു പക്ഷേ പുതിയ പിള്ളേരൊക്കെ പറയുന്നത് പോലെ പ്രത്യേകതരം BGM ഇട്ട് സ്വീകരിക്കേണ്ടുന്ന മാച്ച് തന്നെയാണ് ഇത്. നമുക്ക് കായിക ലോകത്തിൽ നിന്നുള്ള ഒരു നല്ല സന്ദേശമാകട്ടെ. ഈ കൊറോണയെ നേരിടുന്ന ആരോഗ്യ പ്രവർത്തകരും അതുപോലെ തന്നെ പോലീസ് അധികാരികളും ഒത്തിരി ആൾക്കാരുണ്ട്, അവർക്കൊക്കെ ഇത് ഒരു സമ്മാനമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.